ഹായ് വേൾഡ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബിൽ വൈസ് ഡീറ്റെയിൽസ്. എന്താണ് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ഒരു കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ സപ്ലയറിൻ്റെ ഒന്നിൽ കൂടുതലുള്ള ബിൽസിനെ നമുക്ക് മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഒരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു കസ്റ്റമറിനെ നമ്മൾ സെയിൽ ചെയ്യുന്നു. അപ്പോൾ ഈ കസ്റ്റമർ അല്ലെങ്കിൽ സപ്ലയറിന് ഒന്നിൽ കൂടുതൽ ബിൽസ് ഉണ്ടാകാം, ഒന്നിൽ കൂടുതൽ പർച്ചേസ്, ഒന്നിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പല തവണകളായിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ റെസിപ്റ്റ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏത് ബില്ലിന് എഗെയിൻസ്റ്റാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടാലിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ഒരു ടോപ്പിക്കാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ്. അതുകൊണ്ട് തന്നെ ടാലി പഠിക്കുന്നവരെല്ലാവരും നന്നായി അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിൽ വൈസ് ഡീറ്റെയിൽസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് 4 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ 4 മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ന്യൂ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ്, സെക്കൻഡ് വൺ എഗെയിൻസ്റ്റ് റെഫറൻസ്, തേർഡ് വൺ അഡ്വാൻസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഓൺ അക്കൗണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് എന്താണെന്നുള്ളതും ആ ഓരോ ഓപ്ഷൻസ് എങ്ങനെ നമ്മൾ ടാലിയിൽ യൂസ് ചെയ്യുന്നുള്ളത് ടാലിയിൽ പോയിട്ട് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ടാലിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ന്യൂ റെഫറൻസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നമുക്ക് എന്താ പറയുക, ബിൽ വൈസ് ഡീറ്റെയിൽസ് ഇനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനായിട്ട് F11 ഫീച്ചേഴ്സിൽ വരിക. അതിനകത്ത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഉണ്ട്. അതിനകത്ത് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എസ് ആക്കിയിരിക്കണം. ഇവിടെ എസ് ആണ്, ഓൾറെഡി എസ് ആണ്. ഇല്ല, അത് ഇനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എൻട്രീസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ന്യൂ റെഫറൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ന്യൂ റെഫറൻസ് എന്ന് പറയുന്നത് ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു പുതിയ പർച്ചേസ് ബിൽ അല്ലെങ്കിൽ സെയിൽസ് ബില്ല് അല്ലെങ്കിൽ ഒരു പുതിയ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ന്യൂ റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് 2 പർച്ചേസ് ബില്ല് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടാൻ പോകുന്ന എൻട്രി എന്ന് പറയുന്നത് ഗാലക്സി A30 എന്ന് പറയുന്ന മൊബൈല് പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും 200 ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അതേ സെയിം എൻട്രി ഞാൻ 2 തവണ നിങ്ങൾക്ക് ഇടാൻ പോവുകയാണ്, നിങ്ങൾ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ പർച്ചേസ് വൗച്ചർ എടുത്തു, F9 പ്രസ് ചെയ്ത് ആദ്യമേ തന്നെ ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് കൊടുത്തു. നെക്സ്റ്റ് സപ്ലയർ ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പർ കൊടുക്കുക. ഇൻവോയ്സ് നമ്പർ കൊടുത്തു, ഡേറ്റ് കാണിക്കുക. പാർട്ടി അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രൈം ട്രേഡേഴ്സ് ആണ്. പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ലിസ്റ്റ് ഓഫ് ലെഡ്ജറിൽ ഇവിടെ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാൻ ഷോർട്ട് കീ Alt C കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുവാണ്. പ്രൈം ട്രേഡേഴ്സ് ക്രിയേറ്റ് ചെയ്തു. പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൺട്രി ക്രെഡിറ്റർ ആണ്. സോ സൺട്രി ക്രെഡിറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സൺട്രി ക്രെഡിറ്റർ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ F11 ഫീച്ചേഴ്സിന് ഇനേബിൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ലെഡ്ജർ എന്ന് ഉദ്ദേശിക്കുന്ന സൺട്രി ക്രെഡിറ്റർ അല്ലെങ്കിൽ സൺട്രി ഡെപ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ അതും ഞാൻ എസ് ആക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിഫോൾട്ട് ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്രെഡിറ്റ് ഡേയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സൺട്രി ക്രെഡിറ്ററാണ് പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പോൾ പ്രൈം ട്രേഡേഴ്സ് നമുക്ക് തരുന്ന ക്രെഡിറ്റ് ഡേയ്സ് ആണ്, എത്ര ദിവസത്തിനുള്ള പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാനൊരു 30 ഡേയ്സ് അവിടെ കാണിച്ചു. ദെൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. കൺട്രോൾ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അല്ലേ. പാർട്ടിയിൽ പ്രൈം ട്രേഡേഴ്സ് കൊടുത്തു. ഇനി നെക്സ്റ്റ് പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഐറ്റം എന്ന് പറയുന്നത് ഗാലക്സി A30 സെലക്ട് ചെയ്തു. ഗോഡൗൺ, ഏതെങ്കിലും ഒരു ഗോഡൗൺ, നമുക്ക് ഗോഡൗൺ 1, 2 2 ഗോഡൗൺസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഗോഡൗൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി 200 ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ റേറ്റ്, യൂണിറ്റ് പ്രൈസ് കാണിച്ചു, കൊണ്ടുകൊടുത്തു. അപ്പോൾ എൻട്രി ചെയ്ത് വരിക. എൻട്രി ചെയ്ത് വരുമ്പോഴേക്കും അക്സെപ്റ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും അവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാം അല്ലേ. മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്, 4 മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു ബിൽ വൈസ് ഡീറ്റെയിൽസിൽ. അഡ്വാൻസ്, എഗെയിൻസ്റ്റ് റെഫറൻസ്, ന്യൂ റെഫറൻസ്, ഓൺ അക്കൗണ്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ന്യൂ റെഫറൻസ് ആണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു പുതിയ ബില്ലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പുതിയ പർച്ചേസ് ബിൽ. അപ്പം ഓൾറെഡി പറഞ്ഞു, പുതിയൊരു പർച്ചേസ് ബിൽ അല്ലെങ്കിൽ സെയിൽസ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ന്യൂ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂ റെഫറൻസ് ആണ്. ഓൾറെഡി അവിടെ റെഫറൻസ് നമ്പർ വന്നിട്ടുണ്ട്, ഡ്യൂ ഡേയ്സ് വന്നിട്ടുണ്ട്. എൻറ്റർ ചെയ്യുക,
സേവ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വീണ്ടും ഒരു ഇൻവോയ്സ് ഞാൻ ഇടുവാണ്, വേറൊരു ഡീറ്റെയിൽ ഇടുവാണ്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ, വേറൊരു ഇൻവോയ്സ് നമ്പർ കൊടുത്തു, 002 എന്ന് പറയുന്ന ഇൻവോയ്സ് നമ്പർ കൊടുത്തു. 2 May പാർട്ടി അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രൈം ട്രേഡേഴ്സ് തന്നെയാണ്, പ്രൈം ട്രേഡേഴ്സിന് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ലെഡ്ജർ ഗാലക്സി A30 ഗോഡൗൺ സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി കൊടുത്തു എൻറ്റർ ചെയ്യാം. ന്യൂ റെഫറൻസ് വീണ്ടും വന്നു. അടുത്ത ബിൽ നമ്പറാണ് നമുക്കവിടെ നെയിം ഫീൽഡ് എന്ന് പറയുന്ന ബിൽ നമ്പറാണ് കേട്ടോ. അപ്പോൾ ബിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻറ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പോൾ 2 ബില്ല് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്സ് കാണാനായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ റിപ്പോർട്ട്സ് കാണാനായിട്ടുള്ള പാത്ത് പറഞ്ഞുതരാം. ഗേറ്റ് വ്യൂ ടാലിക്കകത്ത് ഡിസ്പ്ലേയിൽ വരിക, ഡിസ്പ്ലേക്കകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുക, ഇതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ വരിക. ഔട്ട്സ്റ്റാൻഡിങ്സിനകത്ത് റിസീവബിൾസ്, പേയബിൾസ്, ലെഡ്ജർ, ഗ്രൂപ്പ്, അങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. റിസീവബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനിക്ക് റിസീവ് ചെയ്യാനുള്ളത് അസറ്റ്സ്, അതുപോലെ തന്നെ പേയബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റീസ്. അങ്ങനെ 2 ഓപ്ഷൻസ്, അത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. പിന്നെ ലെഡ്ജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ലെഡ്ജർ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഒരു ലെഡ്ജർ അല്ല, സെപ്പറേറ്റ് ഒരു സൺട്രി ക്രെഡിറ്റ് അല്ലെങ്കിൽ സൺട്രി ഡെപ്റ്ററിൻ്റെ പേര് വെച്ചിട്ട് നമുക്കവിടെ റിപ്പോർട്ട് ഡിസ്പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ ലെഡ്ജർ വൈസ് ഒന്ന് കാണിക്കാം. അപ്പോൾ ലെഡ്ജർ സെലക്ട് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ്സിനകത്ത് ലെഡ്ജേഴ്സ്. അപ്പോൾ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് സപ്ലയർ പ്രൈം ട്രേഡേഴ്സ് ആണ്. പ്രൈം ട്രേഡേഴ്സ് സെലക്ട് ചെയ്തു. നമുക്ക് കാണാം 2 ബില്ല് കാണാം പ്രൈം ട്രേഡേഴ്സിന് അല്ലേ. ഇന്ന് ചെയ്ത 2 ബിൽസാണ്. 001 എന്ന് പറയുന്ന ബില്ല്, 002 എന്ന് പറയുന്ന ബില്ല്. ഓരോ ബില്ലിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1,40,00,000 നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന്, ടോട്ടൽ ഡ്യൂ എമൗണ്ട്. ഇത്രയും രൂപ നമ്മൾ പേ ചെയ്യാനുണ്ട്, പ്രൈം ട്രേഡേഴ്സിന് നമ്മൾ പേ ചെയ്യണം അല്ലേ. അപ്പോൾ 2 ബില്ലും കൂടി ടോട്ടൽ എമൗണ്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് വരാം. തിരിച്ച് ഔട്ട്സ്റ്റാൻഡിങ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ പേയബിൾസ്, ആ ഒരു ഓപ്ഷനും കൂടെ ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കുക. അവിടെ കാണിക്കുക ടോട്ടൽ ഏതൊക്കെ പാർട്ടീസിന് നമുക്ക് കമ്പനിയിൽ നിന്ന് പേ ചെയ്യാനുണ്ട്. എല്ലാ പാർട്ടീസിൻ്റെയും ഒരുമിച്ചായിരിക്കും അവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണുക, റിപ്പോർട്ടിൽ കാണുക. അപ്പോൾ ഓൾറെഡി പ്രൈം ട്രേഡേഴ്സിന് കൊടുക്കാനുണ്ട്, അതിനോടൊപ്പം തന്നെ ശ്രീ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കും കൂടെ നമ്മൾ പേ ചെയ്യാനുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. അതാണ് ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ എത്രയാണ് എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമുക്ക് തിരിച്ച് എഗെയിൻസ്റ്റ് റിഫറൻസ് ഒന്ന് നോക്കാം. എഗെയിൻസ്റ്റ് റിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് 2 പർച്ചേസ് ബില്ല് ഞാൻ ചെയ്തിട്ടുണ്ട്, 2 ബില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പ്രൈം ട്രേഡേഴ്സിന് ഒരു എമൗണ്ട്, ഒരു സർട്ടൺ എമൗണ്ട് പേ ചെയ്യുവാണ്. പേ ചെയ്യുമ്പോൾ ഏത് ബില്ലിനാണ് നമ്മൾ പേ ചെയ്യുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ബില്ലിനെ നമ്മളവിടെ ട്രാക്ക് ചെയ്യുവാണ്, മാനേജ് ചെയ്യുവാണ്. അപ്പോൾ ഒരു ബില്ലിൽ നിന്നും ഇത്ര എമൗണ്ട് നമ്മൾ കുറയുന്നു, ആ ഒരു ബില്ലിന് എത്രയാണ് ഇനി ഔട്ട്സ്റ്റാൻഡിങ്, എത്രയാണ് നമുക്ക് പേ ചെയ്യാനുള്ളത് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എഗെയിൻസ്റ്റ് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബില്ലിന് എഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ റിസീപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഗെയിൻസ്റ്റ് റിഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാം. പ്രൈം ട്രേഡേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ചെയ്യുമ്പോൾ നമ്മുടെ ഇടുന്ന എൻട്രി എന്താണ്? പ്രൈം ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന എൻട്രി. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് എടുക്കുവാണ്. F5 ആണ് ഷോർട്ട് കീ. പേയ്മെൻറ്റിൽ വന്നു. ആദ്യമേ തന്നെ ഡേറ്റ് കൊടുക്കാം. 25/2020 കൊടുത്തു. ബൈ. അപ്പോൾ നമ്മുടെ എൻട്രി പ്രൈം ട്രേഡേഴ്സ്, ഡെബിറ്റിലെ പ്രൈം ട്രേഡേഴ്സ് ആണ്. പ്രൈം ട്രേഡേഴ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ ബാലൻസ് ഓട്ടോമാറ്റിക്കലി കറണ്ട് ബാലൻസ് കാണിക്കുന്നുണ്ട് അല്ലേ, 1,40,00,000. അപ്പോൾ ഒരു എമൗണ്ട് കൊടുക്കുവാണ്. ഒരു എമൗണ്ട് കൊടുത്തു. എഗെയിൻസ്റ്റ് റിഫറൻസ്, അപ്പോൾ ഇവിടെ വരുന്നുണ്ടോ എഗെയിൻസ്റ്റ് റിഫറൻസ്. അപ്പോൾ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ്, എഗെയിൻസ്റ്റ് റിഫറൻസ്, ന്യൂ റിഫറൻസ്, ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഏതാണ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുക? അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഒരു റിഫറൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏത് റിഫറൻസിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ പേ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ എഗെയിൻസ്റ്റ് റിഫറൻസ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ 2 ബിൽ നമ്പർ നമുക്കവിടെ ലിസ്റ്റ് കാണാം. അപ്പോൾ ഈ പർട്ടിക്കുലർ പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സൺട്രി ക്രെഡിറ്റിന് എത്ര ബിൽസ് ഔട്ട്സ്റ്റാൻഡിങ്സ് ഉണ്ടോ അത് ഡിസ്പ്ലേയിൽ വരാം. അപ്പോൾ അതിൽ ഏത് ബില്ലിന് എഗെയിൻസ്റ്റ് ആണോ നമുക്ക് പേ ചെയ്യുന്നത് അതവിടെ കാണിക്കാം. അപ്പോൾ അവിടെ ഞാനവിടെ 70 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 70 ലക്ഷം കൊടുത്തു. അതായത് ഫസ്റ്റ് ബില്ലിന് 001 എന്ന് പറയുന്ന ബില്ലിന് 70 ലക്ഷം രൂപയും പേ ചെയ്യുന്നു. അടുത്ത ബില്ല് എന്ന് പറയുന്ന അടുത്ത് വരുന്ന കണ്ടോ. അപ്പോൾ 001
ഫില്ലായി, അതായത് 0 ബാലൻസ് ആയി. അടുത്ത 002 എടുത്തു. 002 ഞാൻ ഒരു 10 lakhs പേ ചെയ്യുന്നു. അപ്പോൾ ഒരു ബില്ല് ഫുള്ളും പേ ചെയ്യുന്നു, ഒരു ബില്ല് പാർഷ്യലിയും പേയ്മെൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്ത് അടുത്ത് എന്താണ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഞാനിവിടെ ക്യാഷ് സെലക്ട് ചെയ്യുവാണ്. ക്യാഷ് സെലക്ട് ചെയ്തു, അക്സെപ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ്, അപ്പോൾ എഗെയിൻസ്റ്റ് റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അത് തിരിച്ച് നമുക്കൊന്ന് റിപ്പോർട്ടിലൊന്ന് പോയി നോക്കാം എന്താണ് അവിടെ ഡിഫറൻസ് വന്നതെന്നുള്ളത് കാണാം. ഡിസ്പ്ലേക്കകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട് എടുത്തു, ഔട്ട്സ്റ്റാൻഡിങ്സ്, അതിനകത്ത് ലെഡ്ജർ, പ്രൈം ട്രേഡേഴ്സ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂ ഔട്ട്സ്റ്റാൻഡിങ്സിൽ 001 അവിടെ ഇല്ല അല്ലേ. 001 എന്ന് പറയുന്ന റെഫറൻസ് നമ്പർ, അതിന് അഗെയിൻസ്റ്റ് നമ്മൾ 70 lakhs പേ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഒരൊറ്റ ബില്ലാണ് കാണിക്കുന്നത്. ടോട്ടൽ ബാലൻസ് എത്രയാണ് കാണിക്കുന്നത്? പെൻഡിങ് എമൗണ്ട് 60 lakhs, 60 ലക്ഷമാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ബില്ല് വരിക? നെക്സ്റ്റ് നമുക്ക് ഇനി അഡ്വാൻസ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറയാൻ പോകുന്നത് അഡ്വാൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് അഡ്വാൻസ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നമ്മൾ അഡ്വാൻസ് പേ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നമുക്ക് അഡ്വാൻസ് തരികയോ ചെയ്യുമ്പോഴാണ് അഡ്വാൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ശ്രീ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്ക് ഓൾറെഡി ഉണ്ട്, ഒരു സൺട്രി ക്രെഡിറ്ററാണ്. അപ്പോൾ ആ ഒരു സൺട്രി ക്രെഡിറ്ററിന് നമുക്ക് അഡ്വാൻസ് പേ ചെയ്യുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ അതായത് ഒരു സർവീസ് ചെയ്യുന്നതിന് മുന്നേ, ഒരു പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് കൊടുക്കുകയോ അല്ല റിസീവ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ അവിടെ വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഡേറ്റ് കൊടുക്കുവാണ്. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ പേയ്മെൻറ്റ് നമ്മുടെ എൻട്രി എന്നാണ് ശ്രീ ഇലക്ട്രോണിക്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. അഡ്വാൻസ് കൊടുക്കുമ്പോൾ ശ്രീ ഇലക്ട്രോണിക്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്ന് പറയുന്ന എൻട്രിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബൈ ശ്രീ ഇലക്ട്രോണിക്സ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് എൻട്രീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഒരു പാർട്ടിയാണ്, സപ്ലയറാണ്. ശ്രീ ഇലക്ട്രോണിക്സ് കൊടുത്തു. എത്രയാണോ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്ന എമൗണ്ട്, ആ ഒരു എമൗണ്ട് അവിടെ കാണിക്കുക. അതിനൊരു 15,000 എമൗണ്ട് കാണിച്ചു. അപ്പോൾ ഇവിടെ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട. അഡ്വാൻസ് കൊടുക്കുമ്പോൾ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. ദെൻ ഡ്യൂ ഡേറ്റ്. ആ ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രീ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാർട്ടി ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ ലെഡ്ജറിൽ ഡ്യൂ ഡേറ്റ് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വരുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ്സ് ഒന്നും കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. 2 എന്താണ്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ അഡ്വാൻസ് മനസ്സിലായല്ലേ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺ അക്കൗണ്ട്. ഓൺ അക്കൗണ്ട് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, എല്ലാവരും ഫോക്കസ് ചെയ്യുക ന്യൂ റെഫറൻസ്, അഗെയിൻസ്റ്റ് റെഫറൻസ്, ദെൻ അഡ്വാൻസ്. ഈ 3 മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലാസ്റ്റ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ അക്കൗണ്ട് വളരെ റെയറാണ്. അത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഒന്നിൽ കൂടുതൽ ബിൽസ് ഉണ്ട്, സൺട്രി ഡെപ്റ്ററിനോ അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റിനോ ഒന്നിൽ കൂടുതൽ ബിൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസിപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല സർട്ടൻലി പർട്ടിക്കുലർലി ഏത് ബില്ലിന് എഗെയിൻസ്റ്റാണ് ഈ പേയ്മെൻറ്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ എൻട്രി ഇടാൻ പോകുന്ന വ്യക്തിക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓൺ അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് പോയി എപ്പോഴാണോ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത്, ഇൻ ഫ്യൂച്ചർ നമുക്കതിനെ എഡിറ്റ് ചെയ്ത് എഗെയിൻസ്റ്റ് റെഫറൻസ് ആക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ ഇൻട്രസ്റ്റ്, ചിലപ്പോൾ നമ്മൾ പാർട്ടിക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഓൺ അക്കൗണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഓൺ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു മുന്നേ ഞാനിവിടെ ഓൺ അക്കൗണ്ട് ചെയ്യാൻ പോകുന്നത് അതിഥി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പോവാണ്. എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അതിഥി എൻ്റർപ്രൈസസ്. അപ്പോൾ നമുക്ക് അതിഥി എൻ്റർപ്രൈസസിന് എന്തെങ്കിലും ഒരു ഡ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതിഥി എൻ്റർപ്രൈസസ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുന്നു, എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടോ എന്നൊന്ന് നോക്കാമല്ലോ. ഇപ്പോൾ ലെഡ്ജർ, ഔട്ട്സ്റ്റാൻഡിങ്ങിനകത്ത് ലെഡ്ജർ വൈസ് നോക്കാം. അതിഥി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. ഡ്യൂസ് ഉണ്ട്, പെൻഡിങ് എമൗണ്ട്സ് 2 ബില്ലുണ്ട്.
അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ പേ ചെയ്യണം 30,90,000 നമുക്ക് പേ ചെയ്യാനുള്ള എമൗണ്ട്. പേ ചെയ്യാനുള്ള നമുക്ക് റിസീവബിൾ ആണ് അല്ലേ, ഡെബിറ്റ് ബാലൻസ് ആണ്, DR ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ് 30,90,000 രൂപ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യാം. അപ്പോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് പക്ഷേ എനിക്ക് 2 ബില്ലുണ്ട്, ഇതിൽ ഏത് ബില്ലിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഓൺ അക്കൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരിക. അപ്പോൾ റിസീറ്റ് വൗച്ചറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വൗച്ചർ ഡേറ്റ് കൊടുക്കാം. വൗച്ചർ ഡേറ്റ് ഇപ്പോൾ റെസിപ്റ്റ് വൗച്ചറിൽ ആദ്യമേ തന്നെ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് വരുന്നത്, അതിഥി എൻ്റർപ്രൈസസ്, അതായത് നമ്മുടെ എൻട്രി ക്യാഷ് കോണ്ടപ്റ്റഡ് ടു അതിഥി അല്ലേ, അതിഥി എൻ്റർപ്രൈസസ്. ഒരു 10 lakh ഞാൻ റിസീവ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് റിഫറൻസ് ഒന്ന് ഞാൻ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്ന ഓൺ അക്കൗണ്ടാണ്. അപ്പോൾ എഗെയിൻസ്റ്റ് റിഫറൻസ് ഒന്ന് കാണിക്കുക. എഗെയിൻസ്റ്റ് റിഫറൻസ് കൊടുക്കുമ്പോൾ തന്നെ 2 റെഫറൻസ് വരുന്നുണ്ട്, 2 ബിൽ നമ്പർ അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 ഡ്യൂസ് ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ബില്ലിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ബില്ലിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ പേ ചെയ്യുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഓൺ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇല്ല, അപ്പോൾ ഞാനിവിടെ ഓൺ അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഓൺ അക്കൗണ്ട് 10 lakhs. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമുക്ക് റെഫറൻസ് നമ്പർ ഒന്നും ചോദിക്കില്ല. ഓൺ അക്കൗണ്ട് കൊടുക്കുക. ബൈ ക്യാഷ്, ഡെബിറ്റിലെ ക്യാഷും കൊടുത്തു, എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഞാനിവിടെ ഓൺ അക്കൗണ്ട് കൊടുത്തു. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽസ് കിട്ടി, ഏത് റെഫറൻസിന് അഗെയിൻസ്റ്റ് ആണ് അതിഥി എൻ്റർപ്രൈസസ് പേ ചെയ്തത്, അതിഥി എൻ്റർപ്രൈസസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്തത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇൻ ഫ്യൂച്ചർ എഡിറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്, അതായത് നമ്മുടെ എന്തൊക്കെയാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ന്യൂ റെഫറൻസ്, അഗെയിൻസ്റ്റ് റെഫറൻസ്, അഡ്വാൻസ്, ഓൺ അക്കൗണ്ട്, ഈ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തന്നത്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ബൈ പ്രാക്ടീസ് മാത്രമേ നമുക്ക് മനസ്സിലാകാൻ പറ്റൂ. ഇപ്പോൾ വെറുതെ ഒരു തവണ കണ്ടതുകൊണ്ട് ഒന്നും ആകില്ല, നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.